14-ാമത്തെ വളരെ ചെറിയ പ്രായത്തിൽ മാനസഭജരേ ഗുരുചരണം എന്ന സന്ദേശവുമായി സ്വാമി തന്റെ ദിവ്യമായ ദൗത്യം ആരംഭിച്ചു. അദ്ദേഹം ഈ ഭജന ആലപിച്ചപ്പോൾ അദ്ദേഹത്തിനു ചുറ്റും 10 അതിൽ താഴെയോ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ദിവ്യസന്ദേശം ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. വിദൂര ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള 14-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ആത്മീയ പ്രസ്ഥാനം ആരംഭിക്കുകയും ലോകമെമ്പാടും വ്യാപകമായ ആത്മീയ ഉണർവിന് പ്രചോദനം നൽകുകയും ചെയ്തു എന്നത് അറിയുന്നത് ശരിക്കും അതിശയകരമാണ്. ദിവ്യശക്തിയല്ലാതെ മറ്റെന്താണിത്? അത്രയും ചെറുപ്രായത്തിൽ തന്നെ മനുഷ്യരാധന്റെ ഉദ്ധാരണത്തിനായി താൻ അവതരിച്ചുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും തുടർന്ന് 7 പതിറ്റാണ്ടുകളായി ജനങ്ങളെ മോചനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നത് അതിശയകരമാണ്. ഒരു ദിവ്യ അവതാരത്തിന് മാത്രമേ ഇത് സാധ്യമാകൂ. രാജ്യത്തിന്റെയും വംശത്തിന്റെയും മതത്തിന്റെയും വ്യത്യാസമില്ലാതെ സൂര്യൻ എല്ലാവരിലും ഒരുപോലെ പ്രകാശിക്കുന്നതുപോലെ അവതാരത്തിന്റെ പ്രകാശമാനമായ ദിവ്യത്വവും ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്വാമി അത്തരം ദിവ്യസ്നേഹത്തിന്റെ അവതാരമാണ്. ജീവിതം വൺ വേ ട്രാഫിക് പോലെയാണ്. ജനനം മുതൽ മരണം വരെ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ടു മാത്രമാണ് പോകുന്നത്. വശങ്ങളിലേക്കോ പിന്നിലേക്കോ തിരിയാൻ കഴിയില്ല. അതിനാൽ നമ്മുടെ ഹൃദയം സ്നേഹത്താൽ നിറയ്ക്കാം. നമുക്ക് ആരെയും ഉപദ്രവിക്കാതിരിക്കാം, വിമർശിക്കാതിരിക്കാം, മോശമായി സംസാരിക്കാതിരിക്കാം. നിങ്ങളുടെ കാൽ വഴുതിയാൽ നിങ്ങൾക്ക് വീണ്ടെടുക്കാം, എന്നാൽ നിങ്ങളുടെ നാവ് വഴുതിയാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല, സ്വാമി പറഞ്ഞു. നമ്മൾ നമ്മുടെ വാക്കുകൾക്ക് മാപ്പ് ചോദിച്ചാലും നമുക്ക് സമയത്തിലേക്ക് തിരിഞ്ഞുപോയി പറയാത്ത കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല. ഭൂമിയിലെ നമ്മുടെ ആയുസ്സ് വളരെ ചെറുതാണ്. അതിനാൽ ഓരോ നിമിഷവും സ്വാമിയുടെ സ്നേഹം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ. സ്നേഹം എന്നത് അവിടുന്നാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനാൽ നമ്മൾ സ്വാമിയിൽ സ്നേഹം വളർത്തുമ്പോൾ നമ്മൾ അവിടുത്തേക്കടുക്കുന്നു. സ്വാമി നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവിടുത്തെ കൈകൾ എപ്പോഴും നൽകുന്നവയാണ്, ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തവയാണ്. അവിടുന്ന് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും എല്ലാ ഐശ്വര്യങ്ങളുടെയും ദാതാവുമാണ്. അവിടുന്ന് എല്ലാവർക്കും എല്ലാം നൽകുന്നു. എന്നാൽ ബാഹ്യമായി നോക്കുമ്പോൾ എല്ലാം നമ്മുടെ സ്വന്തം പ്രയത്നത്താലാണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു. നമ്മൾ എത്ര സ്ഥാപനങ്ങൾ സ്ഥാപിച്ചാലും എത്ര കെട്ടിടങ്ങൾ പണിതാലും ആത്യന്തികമായി നമ്മളെല്ലാം പിന്നിൽ ഉപേക്ഷിക്കേണ്ടിവരുന്നു. ഇത് നിരാശയോടെ പറയുന്നതല്ല, മറിച്ച് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ യാതൊരു ആസക്തിയുമില്ലാതെയും കർത്തൃത്വബോധമില്ലാതെയുമാണ് ചെയ്യേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലായിട്ടാണ്. ജീവിതത്തിന്റെ ഈ ഏകദിശയിലുള്ള യാത്രയിൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ സ്വയം വേദന അനുഭവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പ്രപഞ്ചത്തിന്റെ കൂട്ടായ ബോധത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്നു. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ദോഷം ചിന്തിക്കുകയും ആരും അറിയുന്നില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നമുക്ക് ഗുരുതരമായ തെറ്റുപറ്റിയിരിക്കുന്നു. അന്തർവാസിയായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ദുഷ്ടചിന്തകളും വിമർശനങ്ങളും ദുഷ്പ്രവൃത്തികളും ശ്രദ്ധിക്കുന്നുമുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. അതിനാൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ ശുദ്ധി പാലിക്കാം. ഈ ആചാരങ്ങളെല്ലാം ആർക്കുവേണ്ടിയാണ്? നമ്മൾ സ്വാമിയുടെ പ്രബോധനങ്ങൾ പിന്തുടരേണ്ടത് അവിടത്തേക്കു വേണ്ടിയല്ല, മറിച്ച് നമുക്കുവേണ്ടി മാത്രമാണ്. സ്വാമി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ പുരോഗതി മാത്രമാണ്. ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഹേ ദൈവമേ, അങ്ങ് എനിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ തരുന്നത് കേന? എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ തരുന്നത് ദൈവമല്ല. നമ്മുടെ സ്വന്തം മുൻകാല കർമ്മങ്ങളുടെ ഫലമായാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ സ്വാമി പറഞ്ഞ ഒരു ചെറിയ കഥ ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ഒരു ഗോപിക യമുനാ നദിയിൽ നിന്ന് 2 കുടങ്ങളിൽ കുടിവെള്ളം നിറച്ചു. അവൾ ഒരു കുടം തന്റെ തലയിൽ വെക്കുകയും അടുത്തുള്ള കൃഷ്ണനോട് തന്റെ തലയിൽ മറ്റേ കുടം വെച്ചുതരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവളുടെ തലയിൽ. ഉടൻ തന്നെ കൃഷ്ണൻ പറഞ്ഞു, എന്റെ സ്വന്തം ജോലി, എന്നിട്ട് പോയി. അതേസമയം മറ്റൊരു ഗോപിക നദിക്കരയിലേക്ക് വന്ന് 2ാമത്തെ കുടം തലയിൽ വയ്ക്കാൻ അവളെ സഹായിച്ചു. ആദ്യത്തെ ഗോപിക 2 കുടങ്ങളുമായി വീട്ടിലെത്തി. അവിടെ കൃഷ്ണൻ അവളുടെ വാതിൽപ്പക്കിൽ നിൽക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവിടുന്ന് അവളുടെ തലയിൽ നിന്ന് കുടങ്ങൾ താഴെയിടാൻ തുടങ്ങി. ഗോപിക അത് കണ്ട് ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, ഹേ കൃഷ്ണ, നദിയിൽ വെച്ച് കുടമുയർത്താൻ എന്നെ സഹായിക്കാൻ അങ്ങ് വിസമ്മതിച്ചു. ഇപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ അങ്ങ് ഇവിടെ വന്ന് കുടങ്ങൾ നീക്കം ചെയ്യുകയാണ്. ഇതിന്റെ അർത്ഥമെന്താണ്? കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഭക്തരുടെ ഭാരങ്ങൾ കൂട്ടാനല്ല, മറിച്ച് അവ നീക്കം ചെയ്യുക എന്നതാണ് എന്റെ സ്വഭാവം. അതുപോലെ ദൈവം നമ്മെ പ്രശ്നങ്ങൾ കൊണ്ട് ഭാരപ്പെടുത്തുന്നില്ല. അവിടുന്ന് നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചില ഭക്തർക്ക് വർഷങ്ങളോളം സേവനം ചെയ്തിട്ടും തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവസാനിച്ചിട്ടില്ല എന്ന് തോന്നിയേക്കാം. തങ്ങളുടെ സഞ്ചിത കർമ്മങ്ങൾ ഒരാൾ അനുഭവിച്ചേ തീരൂ എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും നമ്മൾ സ്വാമി കാണിച്ചുതന്ന പാതയിലൂടെ നടക്കുകയും അവിടുത്തെ ശരണം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ കർമ്മഭാരം കുറയ്ക്കുന്നു.
കനത്ത നാണയങ്ങൾ ലളിതമായ കറൻസി നോട്ടുകൾക്ക് പകരം വയ്ക്കുന്നതുപോലെ അത് എളുപ്പത്തിൽ അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. നമ്മൾ ആത്മാർത്ഥതയോടും ഭക്തിയോടും കൂടി അവിടുത്തെ പിന്തുടരുമ്പോൾ അവിടുന്ന് നമ്മുടെ വിധി പോലും മാറ്റിയെഴുതുന്നു, പ്രശ്നങ്ങളുടെ കടൽ എളുപ്പത്തിൽ കടക്കാൻ നമ്മെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ തരുന്നത്? അവിടുന്ന് നമ്മെ എപ്പോഴും അവിടുത്തെപ്പോലെ ആനന്ദഭരിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വേനൽക്കാലത്ത് ഭഗവാനോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. ഞങ്ങളുടെ വാഹനവ്യൂഹത്തിൽ ഞങ്ങളുടെ ബസ്വാമിയുടെ കാറിന് പിന്നിലായിരുന്നു ഭക്തന്റെ വീട്ടിലെത്തിയിരുന്നു. 15 പേർ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ താമസത്തിന്റെ കാരണം കേട്ട റോഡിലെ കുഴികൾ ഉടൻ തന്നെ ചില മുതിർന്നവരെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം യാത്ര തുടരാൻ സ്വാമി നമ്മോട് പറഞ്ഞു. തിരിച്ചുവിട്ടു. ഞങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. ഭക്തന്റെ വീട്ടിലൊരുക്കിയ വിരുന്നു ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. അവിടെ 30-ലധികം സ്വാദിഷ്ടമായ വിഭവങ്ങൾ ശുദ്ധമായ സ്നേഹത്തോടെ വിളമ്പി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ബസ്സിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നതിനാൽ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ബദൽ ക്രമീകരണങ്ങൾ ഇതിനകം ചെയ്തിരുന്നു. രാത്രി 8:30 ഞങ്ങൾ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള ഒരു മലയോര പ്രദേശമാണ് ഊട്ടി. ദൂരം കുറവാണെങ്കിലും എത്തിച്ചേരാൻ സാധാരണയായി 2-3 മണിക്കൂറെടുക്കും. ഊട്ടിയിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് പാവങ്ങൾക്ക് വിതരണം ചെയ്യാനായി സാരിയും ധോതിയും വാങ്ങുന്ന ചുമതല നമ്മിൽ 3 പേരെ സ്വാമി ഏൽപ്പിച്ചിരുന്നു. ഷോപ്പിംഗിന് ശേഷം ഞങ്ങളിൽ 3 പേരും ഒരു പഴയ ഫിയറ്റ് കാറിൽ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ ലഗേജുകളുമായി കാറിന് മലകയറാൻ കഴിഞ്ഞില്ല. വഴിയിൽ വെച്ച് കേടായി. പകുതി വഴിയിൽ ബോണറ്റിൽ നിന്ന് പുക ഉയരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. എഞ്ചിൻ അമിതമായി ചൂടായെന്നും ഉള്ളിൽ തീപിടുത്തമുണ്ടായെന്നും മനസ്സിലായി. പുറത്ത് കട്ടിയുള്ള മൂടൽമഞ്ഞാൽ കടുത്ത തണുപ്പായിരുന്നു. പുറത്തിറങ്ങാൻ ഇടമില്ലാതെ തുടർച്ചയായി ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ മഴ കുറയുമോ അതോ ശക്തമാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഏതെങ്കിലും വാഹനം വന്നാൽ സഹായം ചോദിക്കാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ സ്വെറ്ററുകളും മഫ്ലറുകളും ധരിച്ച് കാറിലിറങ്ങി. അക്കാലത്ത് ആരെയും ബന്ധപ്പെടാൻ മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നില്ല. അതൊരു വനമേഖലയായതിനാൽ ആ വൈകിയ മണിക്കൂറിൽ അവിടെ വലിയ തിരക്കൊന്നുമുണ്ടായിരുന്നില്ല. അരമണിക്കൂറിന് ശേഷം ആ വഴിക്കൊരു വാഹനം വന്നു. ഞങ്ങളത് തടയാൻ ശ്രമിച്ചു. എന്നാൽ ഡ്രൈവർ നമ്മളെ കണ്ടപ്പോൾ വേഗത കൂട്ടി. പാതിരാത്രിയിൽ ഒരു കാട്ടിൽ സ്ട്രേഞ്ചേഴ്സിനെ ആരെങ്കിലും നിർത്താൻ ധൈര്യപ്പെടുമോ? അതുകൂടാതെ തലയിൽ മഫ്ലർ ചുറ്റിപ്പിടിച്ചിരുന്ന ഞങ്ങൾ കാണാൻ സംശയാസ്പദമായി തോന്നിയിട്ടുണ്ടാകും. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ദൂരെ ഒരു കൂട്ടം ഹെഡ്ലൈറ്റുകൾ ഞങ്ങൾ കണ്ടു. അതടുത്തെത്തിയപ്പോൾ അത് ഞങ്ങളുടെ ബസ്സാണെന്ന് മനസ്സിലായി. പക്ഷെ വീണ്ടും വിൻഷീൽഡില്ലായിരുന്നു. കമ്പിളിപ്പുതപ്പിൽ പൊതിഞ്ഞ ഡ്രൈവർ ഊട്ടിയിലേക്ക് ഘാട്ട് റോഡിലൂടെ പതുക്കെ വണ്ടി ഓടിക്കുകയായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാമായിരുന്നതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ പേരെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു. അദ്ദേഹം ഞങ്ങളെ അത്ഭുതത്തോടെ കണ്ടു നിർത്തി. ഞങ്ങൾ പെട്ടെന്ന് ലഗേജുകൾ ബസ്സിൽ കയറ്റി യാത്ര തിരിച്ചു. റഫ്ഘാട്ട് റോഡിൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പുതിയ വിൻഷീൽഡ് വീണ്ടും തകർന്നിട്ടുണ്ടെന്ന് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു. ബസ് നീങ്ങിയപ്പോൾ പുറത്തേക്കളകത്ത് തണുപ്പ് അനുഭവപ്പെട്ടു. എങ്ങനെയെങ്കിലും ഞങ്ങൾ സീറ്റുകൾക്കിടയിലുള്ള തറയിലിരുന്ന് രാത്രി 1:30 ഊട്ടിയിലെത്തി. സാധാരണയായി സായി മന്ദിരങ്ങളിലെ ലൈറ്റുകൾ രാത്രി 9 മണിക്ക് ശേഷം അണയ്ക്കാറുണ്ട്. സ്വാമി സന്നിഹിതനായിരിക്കുമ്പോൾ അന്തരീക്ഷം സ്വാഭാവികമായും ആത്മീയ കമ്പനികളാലും അഗാധമായ സമാധാനത്താലും നിറഞ്ഞിരിക്കുന്നു. ആ സമാധാനത്തിന് ഭംഗം വരുത്താൻ ആഗ്രഹിക്കാതെ ഞങ്ങൾ വളരെ നിശബ്ദമായി മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ വിളിക്കുന്നത് ഞാൻ കേട്ടു. ഹേയ് രത്നാകർ! ഞാൻ ചുറ്റും നോക്കി. മുകളിലേക്ക് നോക്കൂ എന്ന നിർദ്ദേശം വന്നു. ഞാൻ മുകളിലേക്ക് നോക്കി. എന്റെ വലിയ സന്തോഷത്തിന് സ്വാമി ജനലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സ്വാമി സ്നേഹത്തോടെ എന്നെ വിളിക്കുന്നത് കേട്ടപ്പോൾ എന്റെ സർവത്രികമായ ഉണ്ടായ ആനന്ദഭാവം വാക്കുകളിൽ വർണ്ണിക്കാനാവില്ല. അർദ്ധരാത്രി കഴിഞ്ഞും സ്നേഹത്തോടെ അദ്ദേഹം ഞങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കണ്ണീരൊഴുക്കി. നമ്മുടെ ദിവ്യമാതാവായ സായിയോടുള്ള നന്ദി നമുക്കെങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയും? സ്വാമിയുടെ സ്നേഹം അളവറ്റതാണ്. ഞങ്ങൾ വൈകുമെന്ന് അദ്ദേഹം മന്ദിരത്തിലെ സംരക്ഷകനോട് പറഞ്ഞിരുന്നു. ചൂടുള്ള ഭക്ഷണം തയ്യാറായി വെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. സമയം ഏകദേശം 1:45 ഞങ്ങൾ കോയമ്പത്തൂരിൽ വെച്ച് അത്താഴം കഴിച്ചിരുന്നു. നീണ്ടതും കഠിനമായതുമായ യാത്രയുടെ ക്ഷീണം കാരണം കിടക്കയിൽ വീഴാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കാര്യസ്ഥൻ നിർബന്ധിച്ചു പറഞ്ഞു, സ്വാമിയുടെ കൽപ്പനയായിരുന്നു അത്, അതിനാൽ നമ്മൾ കഴിച്ചേ തീരൂ. ഇന്ന് എത്ര അമ്മമാരാണ് പാതിരാത്രി കഴിഞ്ഞും മക്കൾക്കായി കാത്തിരിക്കുന്നത്? 1000 അമ്മമാരേക്കാൾ ഉപരിയായി സ്വാമിയുടെ സ്നേഹം നമ്മെ അത്യധികം സ്പർശിച്ചു. ഞങ്ങൾക്കായി തയ്യാറാക്കിയ ആ ചൂടുള്ള ഭക്ഷണം ഞങ്ങൾ സന്തോഷത്തോടെ ആസ്വദിച്ചു കഴിച്ചു.
ദൈവം തന്റെ ദിവ്യഭവനത്തിന്റെ വാതുക്കൽ എപ്പോഴും നിൽക്കുകയാണെന്നും നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിച്ച് അവിടേക്ക് വരും എന്ന പ്രതീക്ഷയോടെ അളവില്ലാത്ത സ്നേഹത്തോടെ നമ്മെയും കാത്ത് ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്നും എനിക്ക് തോന്നി. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശമാണിത്. ദിവ്യബോധത്തിന്റെ അവസ്ഥയിലെത്താൻ സ്വാമി നമുക്കായി കാത്തിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിലേക്കൊരു പടി വെച്ചാൽ ആ പരമാനന്ദാവസ്ഥയിലേക്ക് നമ്മെ നയിക്കാൻ തയ്യാറായി അവിടുന്ന് നമ്മിലേക്ക് 10 പടികൾ വയ്ക്കുന്നു. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അവിടുത്തെ അവതാരം. അനന്തമായ സ്നേഹത്തോടും ക്ഷമയോടും കൂടി സ്വാമി നമുക്കായി കാത്തിരിക്കുന്നു. നമുക്ക് ആനന്ദകരമായ അന്തർമുഖയാത്ര ആരംഭിച്ച് നമ്മളിൽ വസിക്കുന്ന സ്വാമിയിലേക്ക് എത്തിച്ചേരാം. രചയിതാവ് ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്.